കലാഭവനിൽ അന്ന് മിമിക്രി ആർട്ടിസ്റ്റായിരുന്ന കാലത്താണ് എന്നെ കലാഭവൻ അൻസാറാണ് പരിചയപ്പെടുത്തുന്നത്. അന്നൊക്കെ ഞാൻ ഈ ഗൾഫ് ഷോ നടത്തുന്ന കാലഘട്ടമാണ്. ഒരുപാട് ഗൾഫ് ഷോകൾ നടത്തുമായിരുന്നു. ടിനി ടോമൊക്കെ ആദ്യമായിട്ട് എൻ്റെ കൂടെയാണ് ഗൾഫ് ഷോക്ക് വന്നത്. അപ്പോൾ ഞാനൊരു ഗൾഫ് ഷോ സംഘടിപ്പിച്ചപ്പോൾ എനിക്ക് കലാഭവനിയുടെ ഒരു പ്രോഗ്രാം കണ്ടിട്ട് മണിയെ വളരെ ഇഷ്ടപ്പെട്ടിരുന്നു. അങ്ങനെ മണിയെ ഇതിൽ ഉൾപ്പെടുത്തിയപ്പോൾ മണിയെ അന്ന് ഗൾഫിലോ നാട്ടിൽ തന്നെ അറിയപ്പെട്ടു വരുന്ന ഒരു കലാകാരനാണ്. പക്ഷേ ഫേസ് കൊണ്ടൊന്നും ആരും കലാഭവൻ മണി അറിയില്ല. അപ്പം അങ്ങനെ ഞങ്ങളുടെ കൂടെ അതിനാണ് ടിനി ടോം ആദ്യമായിട്ട് വന്നത്. അപ്പം ഞങ്ങൾ ഒരുമിച്ച് ഇവിടുന്ന് ഗൾഫിലേക്ക് പോയി. അതിലേറ്റവും ചെറിയ ആർട്ടിസ്റ്റായിട്ട് വന്നത് കലാഭവൻ മണിയാണ്. അപ്പൊ സിദ്ദീഖ് അന്ന് നായകനായിട്ട് അഭിനയിക്കുന്ന കാലഘട്ടമാണ്. സിദ്ദീഖ് ആണ് അതിന്റെ നായകൻ, ആ ടീമിന്റെ ക്യാപ്റ്റൻ. പിന്നെ നാദർഷുണ്ട്, ടിനി ടോം ഉണ്ട്, അങ്ങനെ ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ട്. നടികൾ ഒരുപാടുണ്ട്. അഞ്ജു, മമ്മൂട്ടിയുടെയൊക്കെ നായികയായിട്ടുള്ള അഞ്ജു, ബീന ആന്റണി, ഉഷ, അതുപോലെ തന്നെ ഒരു ആർട്ടിസ്റ്റ് കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ സോണിയ. അപ്പൊ ഇങ്ങനെ ഒരു ടീം അവിടെ ചെന്നു. റിഹേഴ്സൽ എടുത്തപ്പോൾ തന്നെ ഞങ്ങൾക്കൊക്കെ മനസ്സിലായി മണി അവിടെ തകർക്കും, അവിടെ ഏറ്റവും നല്ല അഭിപ്രായം മണിക്കായിരിക്കുമെന്ന് ഞങ്ങൾക്കറിയാം. പക്ഷെ ഇത് ജനത്തിനറിയില്ല. അവിടെ പ്രോഗ്രാം വന്നു. നാദർഷയെ കാണാനും സിദ്ദീഖിനെ കാണാനും ഒക്കെ ഒരുപാട് ആളുകൾ വട്ടം കൂടും. മണി ഒരു മൂലയ്ക്ക് ഇരിക്കും. അപ്പോൾ മണിയോട് ആരും സംസാരിക്കാനൊന്നും ചെയ്യില്ല. മണി ആരും അറിയില്ല. അങ്ങനെ മണിയുടെ ആദ്യത്തെ ഷോ ഗൾഫിൽ ഖത്തറിലാണ്. ഖത്തറിൽ ഈ ആദ്യത്തെ ഷോയിൽ ഒരു പ്രത്യേകതയുണ്ട്. പ്രോഗ്രാമിൽ അദ്ദേഹത്തിന്റെ ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത് സിദ്ദീഖ് ഒരു പാട്ട് പാടിക്കൊണ്ടിരിക്കുമ്പോൾ ആ പാട്ട് അവസാനിക്കുന്ന ഒരു അമ്മിങ്ങാണ്. ആ അമ്മിങ് 4 പ്രാവശ്യമുണ്ട്. ആ അമ്മിങ് ഒരു പ്രാവശ്യം പാടും, രണ്ടാമത്തെ പ്രാവശ്യം പാടുമ്പോൾ ഓഹോ ഓഹോ എന്നതാണ് അമ്മിങ്. അപ്പൊ ഈ മണി ഏറ്റവും പുറകില് ഒരു കല്ലുമുണ്ട് കൊടുത്ത് ഷർട്ടൊക്കെ കൈയൊക്കെ മടക്കി കുത്തി ഒരു കല്ലുകുടിയിലായിട്ട് ഏറ്റവും ബാക്കിൽ നിൽപ്പുണ്ട്. പുള്ളി അവിടുന്ന് വേറൊരു സൗണ്ട് കിട്ടി, ഓഹോ പോലെ തന്നെ ഒരു വൃത്തികെട്ട സൗണ്ട് അവിടെ നിന്നുണ്ട്. അപ്പൊ മൂന്നാമത്തേൽ വരുമ്പോൾ സിദ്ദീഖ് ഇവിടുന്ന് ചോദിക്കും, ആരാത്? അപ്പൊ പാട്ട് നിർത്തണ, എന്തിനു കൊള്ളാമെന്ന പാട്ടെന്നൊക്കെ പറഞ്ഞ പുള്ളി അവിടെ ബഹളമുണ്ടാകും. അപ്പൊ ആരും അറിയില്ല. അപ്പൊ ഈ വരുമ്പോൾ ചിലർ മണിയെ അടിക്കുന്നുണ്ട്, ചിലർ കസേരയിൽ നിന്ന് വലിച്ച് താഴെ ഇടുന്നുണ്ട്. ഇതൊന്നും പുള്ളി പ്രശ്നമാക്കൂല. പുള്ളി നേരെ വന്നിട്ട് ഇവിടെ വന്നിട്ട് നേരെ കയറില്ല. പുള്ളി നേരെ സ്റ്റെപ്പുണ്ട് കയറില്ല. ഇവിടെ വന്നിട്ട് തലകൊത്തി മറിഞ്ഞാണ് സ്റ്റേജിലേക്ക് കയറുന്നത്. എന്നിട്ട് അടിച്ചെടുക്കും. അപ്പോഴും ആളുകൾക്കൊന്നും അറിയില്ല ഇതാരാണെന്ന്. പലരും അത് മറന്ന് സുഖമായിട്ട് പറയും, ഇത് പ്രോഗ്രാമിന്റെ ഒരു ഐറ്റാണ്, നിങ്ങൾ കുഴപ്പമുണ്ടാകുന്നത് പറയും. അങ്ങനെ വന്ന് കയറി സിദ്ദീഖ് ചോദിക്കും, നമുക്ക് ചോദിച്ചിങ്ങനെ ഓരോന്ന് പറഞ്ഞപ്പോൾ ഒരു വലിയ ഫൈറ്റ് ആവും. അതിനിടയ്ക്ക് അവസാനം പുള്ളി പറയും, നിന്റെ പേരെന്താന്ന് ചോദിക്കുന്നതാണ് പുള്ളി പറഞ്ഞത്. നിങ് എന്ന് പറഞ്ഞ് മണിയടിക്കും. അപ്പോഴാണ് ശരിക്കും ഈ ഓഡിയൻസിന് മനസ്സിലാവുന്നത് പുള്ളി മണിയാണ്, കലാഭവൻ മണിയെ എന്ന് പറയുന്ന ആളാണെന്നും. അവിടുന്ന് പിന്നെ കയ്യടിയാണ്. ആ കയ്യടി എന്നിട്ട് പലർക്കും മണ്ടത്തരം പറ്റി പല ധാരാവാഹികളും പുള്ളിയെ തല്ലി ചീത്ത വിളിച്ചു. അപ്പൊ എല്ലാവർക്കും അബദ്ധം പറ്റിയതുകൊണ്ട് പിന്നെ പുള്ളി പിന്നെ കാണുമ്പോൾ ഭയങ്കര സമ്മതമാണ്. അതിനുശേഷം പിന്നെ ഓഡിയൻസിന്റെ ഇടയിലേക്ക് വന്നാൽ മറ്റവർക്കൊന്നും പിന്നെ ഒരാളും മറ്റും കൂടില്ല. പിന്നെ ആളുകൾ വന്ന് പൊതുവെ മണിയാണ്. അങ്ങനെ ആ മണിയുടെ ഒരൊറ്റ വിജയം കൊണ്ട് മാത്രം 10 പ്രോഗ്രാമായിട്ട് ഞങ്ങൾ ഇവിടുന്ന് പോയ ഞങ്ങൾ 24 ഷോ നടത്തിയിട്ടാണ് ഗൾഫിൽ നിന്ന് പോകുന്നത്. 24 ഷോ ഗൾഫിൽ നടത്തിയിട്ടാണ് തിരിച്ചു പോകുന്നത്. പിന്നെ മണിക്ക് പുറകോട്ട് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. അദ്ദേഹം ഒരു 2 മാസത്തിനുള്ളിൽ സല്ലാപം എന്ന ചിത്രത്തിലേക്ക് ലോഹിദാസ് വിളിച്ചു. പിന്നെ പടിപടിയായിട്ട് ഉയർന്നു ഒരുപാട് സിനിമകൾ, അതുപോലെ തന്നെ ഒരുപാട് വലിയ വലിയ ഷോ. ഒരു മണികിലുക്കം എന്ന് പറയുന്ന ഒരു ഷോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അത് ഞാനാണ് ഓർഗനൈസ് ചെയ്തത്. എൻ്റെ സെഞ്ചുറി വിഷൻ എന്ന് പറയുന്ന കമ്പനിയുടെ പേരിൽ കൊണ്ടുപോയ ഷോ ആണ് മണികിലുക്കം. അതിനുശേഷം മണി അതുപോലെ ഒരു വലിയ ഷോ നടത്തണമെന്ന് 2014 അദ്ദേഹം എന്നോട് പറഞ്ഞു. ഞങ്ങളൊക്കെ അതൊക്കെ ഓർഗനൈസ് ചെയ്യാനുള്ള ഒരു പ്ലാനിങ്ങിലൊക്കെ നിൽക്കുമ്പോഴാണ് അദ്ദേഹം ഇടവാങ്ങിയത്. എന്നും ഒരു നല്ല മനുഷ്യനായിരുന്നു മണി. അത് ഇപ്പൊ ടിനിയൊക്കെ ഇവിടെ പറയും, നാട്ടുകാരോട് ഇത്രയും സ്നേഹമുള്ള, കൂട്ടുകാരോട് അത്രയും സ്നേഹമുള്ള
ഒരാളെ നമുക്ക് കാണാൻ പറ്റില്ല. അദ്ദേഹത്തിന്റെ വേർപാടിൽ നമുക്ക് എല്ലാവർക്കും ദുഃഖമുണ്ട്. മണിയും ഞാനുമായിട്ടുള്ള ആ ബന്ധം ഇന്നും എൻ്റെ മനസ്സിൽ നിന്നും മാഞ്ഞു പോയിട്ടില്ല. എവിടെ കണ്ടാലും എന്ത് പറഞ്ഞാലും പുള്ളി സമ്മതിക്കുന്ന ഒരാളായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ 10 വർഷമായിട്ട് മുടങ്ങാതെ തന്നെ ഇവിടെ ഈ പ്രോഗ്രാം ഞങ്ങൾ നടത്തുന്നതും. അതിന് ഈ നാട്ടിലെ ഒരുപാട് ആളുകൾ, മണിയെ ഇഷ്ടമില്ലാത്ത ആളുകൾ എന്ന് പറയുന്നത് ആരും തന്നെ ഇല്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അത്രയും മണിയുടെ, നമുക്കറിയാം യേശുദാസൊക്കെ വർഷങ്ങളായിട്ട് 10ഉം 50ഉം വർഷമായിട്ട് പാടിയിട്ട് ശരിക്കും ഇപ്പോഴും ഒരു ഗാനമേള നടത്തുമ്പോൾ അതിൽ മണിയുടെ പാട്ട് കൂടി ഇല്ലെങ്കിൽ അതിനൊരു പൂർണ്ണതയില്ല എന്ന പോലെയാണ് ഇപ്പോൾ ഗാനമേളകൾ വരെ നടക്കുന്നത്. മണി പാടിയത് വളരെ കുറച്ച് കൊല്ലങ്ങൾ മാത്രമേ ഉള്ളൂ. പക്ഷേ ആ പാട്ട് കൊണ്ട് ആയിരക്കണക്കിന് ആളുകൾക്ക് ഉപജീവനമാർഗമാവുകയും നമ്മുടെ ഈ മലയാളത്തിന് വലിയൊരു നഷ്ടം വരികയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഈ മണിയുടെ വേർപാടിൽ 1000 പുഷ്പാഞ്ജലികൾ നടത്തിക്കൊണ്ട് ഞാൻ എൻ്റെ പ്രസംഗം അവസാനിപ്പിക്കുകയാണ്. ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി അവൻ പറഞ്ഞൊരു സീനും ആ വീടിന്റെ ഉടമസ്ഥയായ സ്ത്രീയോടുകൂടെ ചോദിച്ചിട്ടാണ് ഞാൻ സീൻ ചേർത്തത്. ഈ മഴ നനഞ്ഞ് കാറോടിച്ച് പോകുമ്പോൾ മഴയുടെ കൂടെ പോയി കുറേ സുഹൃത്തുക്കൾ കാണുമല്ലോ. ഈ ഫ്ലെക്സ് അടിച്ചിട്ട് റോഡിന്റെ സൈഡിൽ ഒരു കൊച്ചു കൂരയ്ക്കകത്ത് ഒരു കുടുംബം അവിടെ വണ്ടി നിർത്തി മണി ഇറങ്ങിച്ചെത്തു. ആ കൂരയ്ക്കകത്ത് ഒരു അമ്മയും 2 കുഞ്ഞുങ്ങളും. നമ്മൾ ഈ പുറംപോക്കിലൊക്കെ കാണില്ലേ റോഡിന്റെ സൈഡിൽ. മണി പറഞ്ഞു, ഞാൻ ഇരിക്കണക്ക് ഒരു തുള്ളി വെള്ളം പോലും വെളിയിൽ പോകാത്ത ഒരു കുടിലിനകത്താണ് ഞാൻ ജീവിച്ചത്. ഒരു നേരമെങ്കിലും ആഹാരം കിട്ടാനായിട്ട് ഞാൻ കൊതിച്ചിട്ടുണ്ട് ചേച്ചി. ചേച്ചി വിഷമിക്കണ്ട, ഞാൻ ചേച്ചിക്കൊരു 3 സെന്റ് സ്ഥലം മേടിച്ച് ഞാനൊരു വീട് വെച്ച് തരും. പണി വെച്ചു കൊടുത്തു. അങ്ങനെ നിരവധി പേരെ സഹായിച്ച ഒരു മനുഷ്യൻ. അവിടെയാണ് കലാഭവമണി എന്നുള്ള, ഇവിടെ മുരളിയൊക്കെ ചാരിറ്റി ചെയ്യുന്നതാണ്. അങ്ങനെ ഒത്തിരി പേരുണ്ട് ഇവിടെ. നമുക്കറിയാം, നമുക്കാണെങ്കിലും മോഹൻലാലാണെങ്കിലും ഒക്കെ ഒത്തിരി പേരെ സഹായിക്കുന്നതാണ്. മണിക്ക് അത്രയുമൊന്നും പൈസ ഇല്ലാത്ത അവസ്ഥയിൽ പോലും ഈ വേദന ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. അതാണ് അതിന്റെ വ്യത്യാസം.